Hi dears, welcome back to my channel. പുതിയ വീഡിയോ കാണാൻ എല്ലാവർക്കും സ്വാഗതം. നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ബെയിൽസ്, ബീഡ് ക്യാപ്പ്, ബീഡ്സ്, ഹെഡ് പിൻ, സ്റ്റഡ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യം. ദെൻ ഗ്ലൂ വേണം, കട്ടർ ആൻഡ് പ്ലേ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഹെഡ് പിന്നിൽ ഈ ബീഡ് ക്യാപ്പ് അല്ലെങ്കിൽ ഫ്ലവർ ക്യാപ്പ്, ബീഡ് സ്പേസർ എന്നൊക്കെ ഇതിന് പറയും. ഇത് കോർക്കുക ഒരെണ്ണം, പിന്നെ ഒരു മുത്ത് കോർക്കുക, വീണ്ടും ഈ ബീഡ് ക്യാപ്പ് കോർത്ത ശേഷം ഈ ഹെഡ് പിന്നിൽ ഒരു ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിത് കോർത്ത് കഴിഞ്ഞു. ഇനി പ്ലെയർ വെച്ചിട്ട് ലൂപ്പ് ഉണ്ടാക്കാം. ലൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഡയറക്റ്റ് ലൂപ്പ് ഉണ്ടാക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് വരില്ല. അതിൻ്റെ പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ആദ്യം ഈ ഹെഡ് പിന്നൊന്ന് സൈഡിലോട്ട് ബെൻഡ് ചെയ്ത ശേഷം ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വരും. ലൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഭാഗം ഒന്ന് അകത്തിയ ശേഷം നമുക്ക് ബെയിലിൽ കോർക്കാം. ബെയിലിൽ കോർത്തിട്ട് ലൂപ്പ് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് കയ്യിലിങ്ങനെ പിടിച്ചാൽ ചിലപ്പോൾ സ്ലിപ്പായി പോകും. അപ്പോൾ ആദ്യം ലൂപ്പ് ഉണ്ടാക്കിയ ശേഷം അതൊന്ന് സൈഡിലോട്ട് അകത്തിയിട്ട് ബെയിൽ കോർക്കാവുന്നതാണ് ഈസി. ബെയിൽ കോർത്ത ശേഷം നമുക്ക് പ്ലെയർ വെച്ചിട്ട് ലൂപ്പ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നല്ല ടൈറ്റായി കഴിഞ്ഞാൽ നമ്മുടെ കമ്മലിൻ്റെ മേജർ പോർഷൻസ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ റെഡിയായി. ഇതാണ് നമ്മുടെ മെയിൻ കമ്മൽ. ഇനി സ്റ്റഡിൽ നമ്മൾ ഒട്ടിക്കണം, അത്രയേ ഉള്ളൂ. ഞാനിവിടെ സ്റ്റഡിൽ ഒട്ടിക്കാൻ വേണ്ടി ഗ്ലൂ, ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫെവി ബോണ്ട് ആകുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിരുന്നോളും. ഈ ബെയിൽ കുറച്ച് വെയിറ്റുള്ള സാധനമാണ്, എങ്കിൽ കൂടി നമ്മൾ ഈ ഫെവി ബോണ്ട് യൂസ് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതവിടെ നിന്നോളും. അപ്പോൾ ഈ സ്റ്റഡിൽ കുറച്ച് ഗ്ലൂ ആക്കുക, എന്നിട്ട് നമ്മൾ ഈ ബെയിലിൽ ഒട്ടിക്കുക. ഒട്ടിച്ച ശേഷം അത് ഡ്രൈ ആവാൻ വേണ്ടി ഒരു 5 മിനിറ്റ്, ഓക്കെ, 3 to 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കമ്മലിൻ്റെ മെയിൻ പോർഷൻ കഴിഞ്ഞു, ഒരു കമ്മൽ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നല്ല ഭംഗിയുള്ളൊരു ബെയിൽ ബീഡഡ് കമ്മൽ റെഡിയായി. നമുക്ക് ഇതിൻ്റെ പെയർ കൂടി പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ കമ്മൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കമൻസ്, സജഷൻസ്, ഒപ്പീനിയൻസ് അങ്ങനെ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. അപ്പോൾ വീഡിയോ എത്ര നേരം കണ്ടതിന് ഒത്തിരി താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.